ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ R&D ക്രിയേഷൻസ്. ഞാൻ റീജ ദിലീഷ്. ഇന്ന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ടൈപ്പും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പാസ്റ്റ് ടെൻസിൽ തന്നെയുള്ള സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ കാലം അല്ലെങ്കിൽ ഭൂതകാലത്തിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്തിരുന്നു എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ പോയിരുന്നു, ഞാനത് കണ്ടിരുന്നു, ഞാൻ ഈ ഭക്ഷണം കഴിച്ചിരുന്നു, ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ V2 ഫോം, അതായത് പാസ്റ്റ് ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഇതാണ് പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതേണ്ട സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഐ വർക്ക്ഡ്, ഞാൻ ജോലി ചെയ്തിരുന്നു. യു വർക്ക്ഡ്, നിങ്ങൾ ജോലി ചെയ്തിരുന്നു. ദേ വർക്ക്ഡ്, അവർ ജോലി ചെയ്തിരുന്നു. വി വർക്ക്ഡ്, ഞങ്ങൾ ജോലി ചെയ്തിരുന്നു. ഇതിലെല്ലാം സബ്ജക്റ്റ് ഏതാണെങ്കിലും ഐ, യു, ദേ, വി ഏത് തന്നെയാണെങ്കിലും വർക്ക് എന്ന് പറയുന്ന വേർബിന് യാതൊരു മാറ്റവുമില്ല. വർക്കിൻ്റെ കൂടെ ED ചേർത്ത് പാസ്റ്റ് ടെൻസ് ആക്കി സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ നമ്മൾ ഈ വർക്ക്ഡ് എന്നുള്ള ഒരൊറ്റ വേർഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് വേർബിൻ്റെ V2 ഫോം. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ഇതാണെങ്കിലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും വർക്ക്ഡ് എന്ന് പറയുന്ന ഒരു വേർബിന് യാതൊരു മാറ്റവുമില്ല. വർക്കിൻ്റെ കൂടെ ED ചേർത്ത് പാസ്റ്റ് ടെൻസ് ആക്കി നമ്മൾ വർക്ക്ഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഐ, യു, ദേ, വി എന്നീ പ്ലൂറൽ ആണെങ്കിലും ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലർ ആണെങ്കിലും വർക്ക്ഡ് എന്ന് പറയുന്ന വേർബിന് യാതൊരു മാറ്റവുമില്ല. വേർബിൻ്റെ V2 ഫോം തന്നെയാണ് നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസിൽ എവിടെയും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലെ കഴിഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതോ അങ്ങനെ 1 വീക്കോ 1 മന്തോ 1 ഇയറോ അല്ലെങ്കിൽ എത്ര ലോങ് ടൈം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും എത്ര കാലം മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ യെസ്റ്റർഡേ, ഇന്നലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. ഡേ ബിഫോർ യെസ്റ്റർഡേ, നമ്മൾ മിനിഞ്ഞാന്ന് എന്ന് പറയില്ലേ, അപ്പോൾ അത് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് നൈറ്റ്, 1 ഇയർ എഗോ. അങ്ങനെ നമുക്ക് എത്ര ലോങ് ആയിട്ടുള്ളതും ഷോർട്ടായിട്ടുള്ളതുമായ കഴിഞ്ഞു പോയ കാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസ് നോക്കാം. ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചു. യു സ്മൈൽഡ്, നിങ്ങൾ ചിരിച്ചു. ദേ സ്മൈൽഡ്, അവർ ചിരിച്ചു. വി സ്മൈൽഡ്, ഞങ്ങൾ ചിരിച്ചു. ഹീ സ്മൈൽഡ്, അവൻ ചിരിച്ചു. ഷീ സ്മൈൽഡ്, അവൾ ചിരിച്ചു. ഇറ്റ് സ്മൈൽഡ്, ഇത് ചിരിച്ചു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്മൈൽഡ് എന്ന് പറയുന്ന വേർബിൻ്റെ V2 ഫോമാണ് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴും പ്ലൂറൽ ആകുമ്പോഴും എല്ലാം ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഏത് കാര്യവും വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സ്ട്രക്ചർ മാത്രം നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഐ, യു, ദേ, വി എന്നതിന് പകരം അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് പേരുകൾ കൊടുക്കാം. രാഹുൽ വാച്ച്ഡ് TV. ഇതിലും വാച്ച്ഡ് എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാഹുൽ ആൻഡ് രാഘവ് വാച്ച്ഡ് TV. ഇപ്പോൾ രണ്ടാളെക്കുറിച്ച് പറയുകയാണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറലായാലും വേർബിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ വാച്ച്ഡ് എന്നുള്ള പാസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. റീന വാച്ച്ഡ് TV. റീന ആൻഡ് വീണ വാച്ച്ഡ് TV. ഈ കേസിലെല്ലാം നമ്മളുടെ വേർബിന് യാതൊരു മാറ്റവും വരുന്നില്ല. വേർബിൻ്റെ V2 ഫോം തന്നെയാണ്. അത് ഒരാളായാലും ഒന്നിൽ കൂടുതൽ ആളുകളായാലും എല്ലാം ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ വാച്ച്ഡ് എന്നുള്ള V2 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഐ വർക്ക്ഡ്. ഇതിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ലായിരുന്നു എന്നാക്കി മാറ്റണമെങ്കിൽ ഡിഡ് നോട്ട് എന്നുള്ള വേർഡ് ആഡ് ചെയ്താൽ മതി. ഡിഡ് നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കി നമുക്ക് ഡിഡിൻ്റ് എന്ന് പറയാം. ഐ ഡിഡിൻറ്റ് വർക്ക്, ഞാൻ ജോലി ചെയ്തിട്ടില്ലായിരുന്നു. യു ഡിഡിൻറ്റ് വർക്ക്, നിങ്ങൾ ജോലി ചെയ്തിട്ടില്ല.
ദേ ഡിഡിൻറ്റ് വർക്ക്, അവർ ജോലി ചെയ്തിട്ടില്ല. വി ഡിഡിൻറ്റ് വർക്ക്, നമ്മൾ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്നതാണ് പാസ്റ്റ് ടെൻസ്. അതിനോട് നോട്ട് കൂടി ആഡ് ചെയ്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ആണെങ്കിലും നമ്മൾ ഡിഡിൻറ്റ് എന്ന് തന്നെയാണ് ചേർക്കുന്നത്. ഹി ഡിഡിൻറ്റ് വർക്ക്, അവൻ ജോലി ചെയ്തിട്ടില്ല. ഷീ ഡിഡിൻറ്റ് വർക്ക്, അവൾ ജോലി ചെയ്തിട്ടില്ല. ഇറ്റ് ഡിഡിൻറ്റ് വർക്ക്, ഇത് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് ജോലി ചെയ്യുന്നില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഡൂവിൻ്റെ പാസ്റ്റ്, ഡു എന്ന് വെച്ചാൽ ചെയ്യുക, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഡിഡ്. ഡിഡ് എന്ന് വെച്ചാൽ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിഡ് ഐ വർക്ക് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വർക്ക് ചെയ്തിരുന്നു. ഡിഡ് ഐ ഗോ ദർ, ഞാൻ അവിടെ പോയിരുന്നു. ഡിഡ് ഐ വാട്ടർ ദ പ്ലാന്റ്സ്, ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഡിഡ് ഉപയോഗിക്കാം. ഡിഡ് ഐ എന്നുള്ളതിന് പകരം നമുക്ക് ഡിഡ് യു എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഡ് വി, ഡിഡ് ദേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഡിഡ് ഹി അല്ലെങ്കിൽ ഡിഡ് ഷീ, ഡിഡ് ഇറ്റ് എന്നൊക്കെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഡിഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡിഡിൻ്റെ ഫ്രണ്ടിൽ WH ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. വേർ ഡിഡ് ദേ സ്റ്റേ, അവരെവിടെയാണ് താമസിച്ചത്. when did she arrive, അവൾ എപ്പോഴാണ് വന്നത്. where did they go last week, അവർ കഴിഞ്ഞ ആഴ്ച എവിടെയാണ് പോയത്. where did you spend your vacation, നിങ്ങളുടെ വെക്കേഷൻ എവിടെയാണ് ചിലവഴിച്ചത്. how did you go Hyderabad, നിങ്ങൾ എങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് പോയത്. when did you get the train, നിങ്ങൾക്ക് എപ്പോഴാണ് ട്രെയിൻ കിട്ടിയത്. why did you leave early yesterday, നീ എന്താണ് ഇന്നലെ നേരത്തെ പോയത്. where did you meet Mr. ശ്യാം, നീ എവിടെ വെച്ചാണ് മിസ്റ്റർ ശ്യാമിനെ കണ്ടത്. ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കാകെ 2 ആൻസേഴ്സ് ആണുള്ളത്. ഒന്നുകിൽ യെസ് ഐ ഡിഡ്, ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോ ഐ ഡിഡിൻറ്റ്, ഞാൻ ചെയ്തിട്ടില്ല. ഡിഡ് യു വർക്ക് യെസ്റ്റർഡേ, യെസ് ഐ ഡിഡ്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നോ ഐ ഡിഡിൻറ്റ്, ഞാൻ ചെയ്തിട്ടില്ല. ഡിഡ് ദേ വർക്ക് യെസ്റ്റർഡേ, അവർ വർക്ക് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാലും യെസ് ദേ ഡിഡ്, അവർ ചെയ്തിരുന്നു. നോ ദേ ഡിഡിൻറ്റ്, അവർ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഡിഡ് വി വർക്ക് യെസ്റ്റർഡേ, നമ്മൾ വർക്ക് ചെയ്തിരുന്നു. യെസ് വി ഡിഡ്, നമ്മൾ വർക്ക് ചെയ്തിരുന്നു. നോ വി ഡിഡിൻറ്റ്, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വേർഡ്സിൻ്റെ പാസ്റ്റ് ടെൻസ് നോക്കാം. ഈ പാസ്റ്റ് ടെൻസ് വെച്ച് നിങ്ങൾ കഴിയാവുന്നത്ര സെൻറ്റൻസ് എഴുതി നോക്കുക, പറഞ്ഞു നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് വേർഡ്സ് നോക്കാം. റീഡ്, റെഡ്, READ എന്ന് തന്നെയാണ് നമ്മൾ സ്പെല്ലിംഗ് എഴുതുന്നത്, പക്ഷേ പറയുന്നത് റെഡ് എന്നാണ്. റീഡ്, റെഡ്. റൈറ്റ്, റോട്ട്, എഴുതുക, എഴുതിയിരുന്നു. ആസ്ക്, ആസ്ക്ഡ്, ചോദിക്കുക, ചോദിച്ചിരുന്നു. സേ, സെഡ്, പറയുക, പറഞ്ഞിരുന്നു. കിൽ, കിൽഡ്, കൊല്ലുക, കൊന്നിരുന്നു. വാക്ക്, വാക്ക്ഡ്, നടക്കുക, നടന്നിരുന്നു. ക്രൈ, ക്രൈഡ്, കരയുക, കരഞ്ഞിരുന്നു. സ്മൈൽ, സ്മൈൽഡ്, ചിരിക്കുക, ചിരിച്ചിരുന്നു. കിസ്, കിസ്ഡ്. കിഡ്നാപ്പ്, കിഡ്നാപ്ഡ്, കിഡ്നാപ്പ് എന്താ തട്ടിക്കൊണ്ടുപോവുക, തട്ടിക്കൊണ്ടു പോയിരുന്നു. ഐ കിസ് ദ ബേബി, ഞാൻ ആ ബേബിയെ ഉമ്മ വെച്ചിരുന്നു. ഹിയർ, ഹിയേർഡ്, കേൾക്കുക, കേട്ടിരുന്നു. ലിസൺ, ശ്രദ്ധിക്കുക, ലിസൺഡ്, ശ്രദ്ധിച്ചിരുന്നു. ഇറിറ്റേറ്റ്, അസ്വസ്ഥപ്പെടുത്തുക, നമ്മളൊരാൾ ശല്യം ചെയ്യില്ല, അതിനാണ് ഇറിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇറിറ്റേറ്റഡ്, ശല്യം ചെയ്തിരുന്നു. മാരി, വിവാഹം കഴിക്കുക, മാരീഡ്, കല്യാണം കഴിച്ചിരുന്നു. അറ്റാക്ക്, ആക്രമിക്കുക, അറ്റാക്ഡ്, ആക്രമിച്ചിരുന്നു. ലവ്, സ്നേഹിക്കുക, ലൗഡ്, സ്നേഹിച്ചിരുന്നു. ഗോ, വെൻറ്റ്, ഗോ പോവുക, വെൻറ്റ് പോയിരുന്നു. ഡ്രിങ്ക്, കുടിക്കുക, ഡ്രങ്ക്, കുടിച്ചിരുന്നു. ബിഗിൻ, തുടങ്ങുക, ബിഗൺ, തുടങ്ങിയിരുന്നു. റിങ്, അടിക്കുക, റാങ്, അടിച്ചിരുന്നു. ദ ബെൽ റിങ്, ബെൽ റാങ്. കട്ട് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസിലും കട്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ പുട്ടിന് പുട്ടെന്ന് തന്നെയാണ് പറയുന്നത്. വെക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെ ഉള്ളതിന് പുട്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഹേർട്ട് എന്നുള്ളതിന് നമ്മൾ ഹേർട്ട് എന്ന് തന്നെയാണ് പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നത്. ഹേർട്ട് മീൻസ് വേദനിപ്പിക്കുക. ടീച്ച്, ടോട്ട്, ടീച്ച്, പഠിപ്പിക്കുക, ടോട്ട്, പഠിപ്പിച്ചിരുന്നു. സ്പീക്ക്, സംസാരിക്കുക, സ്പോക്ക്, സംസാരിച്ചിരുന്നു. ഫോർഗെറ്റ്, മറക്കുക, ഫോർഗോട്ട്, മറന്നു. സ്ലീപ്പ്, ഉറങ്ങുക, സ്ലെപ്റ്റ്, ഉറങ്ങി. മിസ്, നഷ്ടപ്പെടുക, മിസ്ഡ്, നഷ്ടപ്പെട്ടിരുന്നു. സ്റ്റാർട്ട്, തുടങ്ങുക, സ്റ്റാർട്ടഡ്, തുടങ്ങിയിരുന്നു. സ്മൈൽ, ചിരിക്കുക, സ്മൈൽഡ്, ചിരിച്ചിരുന്നു. വർക്ക്, ജോലി ചെയ്യുക, വർക്ക്ഡ്, ജോലി ചെയ്തിരുന്നു. സ്കോൾഡ്, വഴക്ക് പറയുക, സ്കോൾഡഡ്, വഴക്ക് പറഞ്ഞിരുന്നു. ഫിനിഷ്, അവസാനിക്കുക, ഫിനിഷ്ഡ്, അവസാനിച്ചിരുന്നു.
കഴിയാവുന്നത്ര സെൻറ്റൻസ് ഉണ്ടാക്കുക, പാസ്റ്റ് ടെൻസിൽ അത് എഴുതി നോക്കുക, സംസാരിച്ച് നോക്കുക. നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു നോട്ട്ബുക്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ടൈപ്പ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റും ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം ഒരു നോട്ടിൽ നല്ല വൃത്തിയിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് കഴിയുമ്പോൾ എല്ലാം റിവൈസ് ചെയ്ത് നോക്കാം, കഴിയുന്നത്ര സംസാരിച്ച് നോക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിക്കാം. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ, ടേക്ക് കെയർ.